ആ കുഞ്ഞു മനസ്സ്, ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് ഒന്ന് നോക്കാം. ഈ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനായിരുന്നെങ്കിൽ എന്നൊക്കെ ആ കുട്ടി ഒരു നിമിഷം ചിന്തിച്ചു കാണും. കാരണം അതിങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന നിഷ്കളങ്കമായ മുഖം ഇന്നലെ കേരളം മനസാക്ഷിയെ തന്നെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് അരങ്ങേറിയത്. നെടുമങ്ങാട് അഷ്കർ എന്ന കംസനും അഖില എന്ന പൂതനയുടെയും, ഞാൻ തമ്പ്ലൈനിൽ കൊടുത്ത പോലെ തന്നെയാണ്, ഇന്ന് പൂതനമാരും ഹംസന്മാരും വിളയാടിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന രീതി തന്നെയാണ്. വളരെ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കൂടി പറ്റുന്നില്ല ആ ഒരു സംഭവം, ഒരു രീതി, ആ കുട്ടിയെ കൊന്ന രീതി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും എനിക്ക് ഈ സംഭവം നടന്നതിന് ശേഷം ചില ഓർമ്മയിൽ വന്ന 2 കേസുകളാണ്. ഒന്ന് ഷെഫീഖ്, ആ തൊടുപുഴയിലുള്ള ആ സുരേഷ് ഗോപിയൊക്കെ അന്ന് ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത്, അത് മരണപ്പെട്ടില്ല. ആ കുട്ടിയുടെ കാല് ഇതുപോലെ തന്നെ സംഭവമായിരുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി സെയിം സംഭവം തന്നെ. അപ്പോൾ ആ കുഞ്ഞ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയും തല്ലി വൻ വിവാദമായതാണ്. അതേപോലെ തന്നെയാണ് മറ്റേ ആരോമൽ എന്ന് പറഞ്ഞത്. അത് സ്ഥലം എവിടെയാണെന്നറിയില്ല, പട്ടിക്കൂടിലിട്ട് വളർത്തിയത്. ആ കുട്ടി ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നു. അതും ദൈവാധീനം. പക്ഷേ ഈ മോൻ അതിന് ജീവൻ കിട്ടിയില്ല. കാരണം എല്ലാം ആ ഒരു കംസൻ, പരമദുഷ്ടൻ, അവൻ ഒന്നും പറയാനില്ല. അവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ തെറി പറയില്ല എന്നുള്ളതാണ് ഈ ചാനൽ തുടങ്ങിയതിൻ്റെ രീതി. അതുകൊണ്ട് ഞാൻ തെറികളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അത്രയ്ക്കൊരു മനസാക്ഷി പോലും ഇല്ലാത്തവരുന്ന് സിഗരറ്റ് വെച്ച് പൊള്ളിക്കോ 91 മുറിവുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ പറയാൻ തന്നെ ഒരു രീതി പോലെയാണ്. ഓർക്കുമ്പോൾ കുട്ടി എത്രമാത്രം അനുഭവിച്ചിരുന്ന, ഞാൻ പറഞ്ഞില്ല, ആ കൈ ഇങ്ങനെ ഇരുന്നപ്പോൾ കുട്ടിക്കൊന്നും സംസാരിക്കാനായില്ല. ആ വ്ളോഗറോട് പറയാം, എന്നെ ഒന്ന് രക്ഷിക്കുക, ആരെങ്കിലും രക്ഷിക്കുന്നൊന്നും മിണ്ടാനായിരുന്നെങ്കിൽ എന്നാ കുട്ടി ചിലപ്പോൾ ചിന്തിച്ച് കാണും. ഇത്രയ്ക്കും ഒരു നീചനായ ഒരു വ്യക്തിയായിരുന്നു രീതിയിൽ. അവനവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ കിടന്ന്, അന്ന് ആ പോലീസ് ശരിക്കും പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, അവൻ്റെ അടക്കം അവിടെ തന്നെ നടത്തിയാണ്. ഇത്രയ്ക്കും ഒരു മനസാക്ഷി ഇല്ലാത്ത ഇവൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവൻ മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം 2 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി സുഖമായിട്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ നിയമത്തിലുള്ള, ഈ ലോയിലുള്ളൊരു പ്രശ്നമാണ്. ജയിലിൽ എങ്ങാനും പോയി കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. ഗോവിന്ദചാമിയുടെ കേസ് അറിയാലോ, പുള്ളി എങ്ങനെ തടിച്ചു വീഴ്ത്തിയെന്നുള്ളത്. അതുപോലെ ഇവന് തിന്നാൻ കൊടുക്കും. പുതിയ ഭക്ഷണത്തിൽ മത്തിയൊക്കെ ഉണ്ടാവും, പുതിയ മെനു ഒക്കെ വരുന്നതല്ലേ, ഫുഡ് മെനു. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ ഗോതമ്പുണ്ടൊക്കെയാണെന്ന്, ഒന്നുമല്ല, അത് നല്ല ഫുഡായിരുന്നു. അവനെ തീറ്റി പൂറ്റി വളർത്തും. ഇതിനൊക്കെ ഉണ്ടോ ദൈവമേ. എന്നിട്ട് അവന് പിന്നെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് ഈ സംഭവം തന്നെ ആവർത്തിച്ചു. മുൻപ് ഒരു ഭാര്യേനെ ഉണ്ട്, അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഈ മാതിരി അവന് ജീവച്ഛവമാക്കി ഇട്ടേക്കുവാന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ളവൻ എന്നിട്ട് ശരിക്കും അന്ന് അവനെ ശരിക്കും പിടിച്ച് പൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചു ജീവനോടെ ഉണ്ടായി. ഈ പറയണ അമ്മ എന്ന് പറഞ്ഞാൽ പിശാചിനെ ഉണ്ടായിരുന്നു വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ട് കല്യാണം, ഒരു ഭർത്താവ് മരിച്ചുപോയി, സ്വാഭാവികമായിട്ട് രണ്ടാമത് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, സ്വാഭാവികമായിട്ട് വിവാഹം കഴിച്ചു. അത് നിയമം ഒന്നും എതിരെ. അപ്പോൾ എന്ത് വിവാഹമാണെങ്കിലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കേണ്ട കാര്യമല്ലേ ഉള്ളത്. അത് അറിഞ്ഞിരുന്നിട്ട് ഇവർ ഈ പെണ്ണ് കല്യാണം കഴിക്കുകയും അവൻ്റെ ഒരു സൂക്കേട് തീർക്കാൻ വേണ്ടി കൊച്ചിനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന അവളെ പിന്നെ എന്ത് ചെയ്യാനാ? ഇതിനെക്കുറിച്ച് ഈ നാട്ടുകാരിൽ ഒരാൾ പറയുന്നൊരു അഭിപ്രായം ഉണ്ട്, അതൊന്ന് നോക്കാം. ഓഗസ്റ്റിന് കയറിയ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ ഒരു കേസുണ്ട്. അതായത് ഒരു 1.5 വയസ്സിനകത്ത് അതൊരു 80 വർഷം അനുഭവിക്കാനുള്ളത് ഈ 1.5 വയസ്സിനകത്ത് അതിനെ അനുഭവിച്ചു. ഇതിൽ അവൻ മാത്രമല്ല കക്ഷി, അവന്റെ അമ്മയും അവന്റെ ഭാര്യയും, ഇപ്പോഴത്തെ ഭാര്യ അഖില, അതായത് കൊച്ചിന്റെ തള്ള, അതുൾപ്പെടെ യഥാർത്ഥ പ്രതികളാണ്. ഇവൻ മാത്രമല്ല. പിന്നെ ഇവൻ ആദ്യത്തെ കേസല്ല, അവൻ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അതിനെ ഏകദേശം കോമയിലാക്കിയിട്ടിട്ടാണ് അടുത്ത് ആറ്റിങ്ങൽ വേറൊരു വിഷയമുണ്ട്, അതും കേസാണ്. ഇതും ഇതേപോലെ തന്നെ ഈ കേസ് കൊണ്ടുപോകും, 2 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും, അവൻ അടുത്ത ഇരയെ തേടിയെത്തും. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്രയും രോഷാകുലരായത്. 80 വർഷം കൊണ്ട് അനുഭവിച്ചത് 1.5 വയസ്സിനുള്ളിൽ തിരിച്ചു തീർക്കാന്ന് പറയുമ്പോൾ ആലോചിച്ചു, ആ കുട്ടി എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നാമത് നാട്ടുകാരുമായിട്ട് അതേ അത്ര അടുപ്പമല്ല. വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു
വെളിപ്പാട് അകലെയെല്ലാം ഒരു കുറച്ച് കഴിഞ്ഞായിരിക്കും വീടുകൾ. പിന്നെ ആളുകൾക്ക് ആ സൗണ്ടൊന്നും കേൾക്കില്ല. പിന്നെ ആ കൊച്ചു കുഞ്ഞല്ലേ, എന്തെങ്കിലും വായിലോ തുണിയും തിരികെ വല്ലതും മർദ്ദിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല. സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാട്. ഇതിലൊരു നാട്ടുകാരൻ പറഞ്ഞു, ഇവരവിടെ ചോറ് എന്തോ അളിയനെങ്ങാണ്ട് അനിയനെങ്ങാണ്ട് ആര് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കൊച്ച് ചോറ് കഴിക്കാൻ നേരത്തെ കണ്ണടച്ച് തല മുമ്പിട്ടിരിക്കുമായിരുന്നു എന്നാണ്. ഓൾറെഡി ആ കുഞ്ഞിനെ കൊന്ന ശേഷം അവിടെ വെച്ചിരുന്ന എന്നിട്ടാണ് എൻ്റെ ഫുഡ് ഇറങ്ങിപ്പോയി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോഴീ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കണ്ടപ്പോൾ ആള് തന്നെ ചോദിച്ചു ഇതെന്താ പറ്റിയെന്ന്. അപ്പോൾ സിഗരറ്റിന് ഇങ്ങനെ കുത്തിയ പാടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം വീണ പൊള്ളിച്ച പാടും ചൂടുവെള്ളം വീണതും ഒരു സിഗരറ്റ് കുത്തിയ പാടും കണ്ട് തിരിച്ചറിയില്ല. എന്നിട്ട് ഇത് ഭയങ്കര കേസ് വിഷയമായി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ മന്ത്രിമാർക്കില്ലാത്ത പ്രൊട്ടക്ഷനാണ് കൊടുത്തത്. ഇവനൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുക. തല്ലി കൊന്നിറക്കി വിടേണ്ട സാധനമാണ്. തല്ലിക്കൊല്ല. ഈ മധുവിനെ പോലുള്ളവരെ അല്ല, ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കാൻ മോഷ്ടിച്ച രീതിയിലാണ് തല്ലിക്കൊന്നത്. അങ്ങനെയുള്ളവരല്ല, ഇതുപോലുള്ളവനെ ആ നാട്ടുകാർക്കൊന്ന് വിട്ടിരുന്നെങ്കിൽ. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളോടെ ഞാൻ കാണിച്ചു തരാം. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇനി അവനെ കൊണ്ട് തീറ്റി പോറ്റല്ലേ. ഇങ്ങനെയുള്ളവനെയൊക്കെ പിടിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. പിന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. ആ പോലീസ് വന്ന് എന്ത് പ്രൊട്ടക്ഷനാണെന്ന് വലിയ VIP അല്ലേ പോണേ. ഇനി ഇവൻ നാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. ഇവനെ ആളൂർ മരിച്ചു പോയി. അതിനെപ്പോലുള്ള വേറെ വക്കീലന്മാർ വന്ന് ഇവനെ പുറത്തിറക്കും. ഇവൻ വേറെ പെണ്ണ് കിട്ടും. അവിടെയുള്ള അതിനെ രണ്ടാം കെട്ടോ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടി കിട്ടും. ഒന്നീ പെണ്ണ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ. ഇവൻ അങ്ങനെ തന്നെ വരുക. എന്തിനിങ്ങനെ ഇട്ടിട്ട് പോണിയിരിക്കുന്നു. ഇവനെ എന്തിനിങ്ങനെ തീറ്റി പോറ്റാൻ നടത്തുന്നതാണ്. കാരണം അതിപ്പോഴും നമുക്കൊരു വിറയൽ തന്നെയാണ്. ആ കുട്ടിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിൽ എന്നെ സാറൊക്കെ തല്ലിട്ടുണ്ട്. ഒരുപാട് തല്ലിയിട്ടൊക്കെ ഉണ്ട്. ടോക്സൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ട്രോമ മാറിയിട്ടില്ല. അങ്ങനെ സ്വന്തം അമ്മ കൂട്ട് നിന്നിട്ട് ഒരു അച്ഛൻ കയറി തല്ലുക എന്നൊക്കെ പറയുമ്പോൾ, രണ്ടാനച്ഛൻ കയറി തല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വളർന്നു വരുമ്പോൾ അവൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ഇത് ഈ ചൈൽഡ് ലൈനൊക്കെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നും പറയുന്നുണ്ട്. ഇവരൊക്കെ പിന്നെ എന്തിനാന്നേ ഇത്രയെങ്കിലും സ്കൂളുകളിൽ നിർബന്ധിത കൗൺസിലിംഗ് നിർബന്ധമാക്കണം. സ്കൂളുകളിലും പിന്നെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കുക. പോലീസുകാരും ഇവന് മുമ്പ് ഇവൻ്റെ മുൻ ഭാര്യനെ ഒരു ജീവശവമാക്കി ഇട്ടു. എൻ്റെ ഉമ്മ ഒന്ന് പറയുന്നുണ്ട് ഇവൻ്റെയൊക്കെ ഒരു കാര്യം. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. നിങ്ങൾ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരുമായിരുന്നോ അതോ ആമിനെ ഇറങ്ങി വരുമായിരുന്നോ? മോക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തള്ളയും മോനും സഹോദരിയും കൂടെ വലിച്ചഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് ക്ലോസറ്റിലിട്ട് വീണ്ടും തലയിട്ട് ഇടിച്ചെന്ന് കതവ് പൂട്ടിയിട്ടിരുന്ന്. അങ്ങനെ കൊച്ചിന് വല്ലാത്തൊരു സാഹചര്യമായി പോയി. കൊച്ച് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് രാവും പകലും. വെളുപ്പാങ്കാലത്താണ് ഇവൻ വരുന്നത്. ഇവൻ വണ്ടി ഓട്ടമെന്നും പറഞ്ഞ് കുറെ ഡാൻസുകാരികളുണ്ട് ഇവന്റെ കൂടെ പോണത്. അതിലൊരു ഡാൻസുകാരി എന്റെ മോള് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവള് വന്ന് ആദ്യം പരിസരമൊക്കെ നോക്കിയിട്ട് ഇവനെ പറഞ്ഞു വിട്ട്. അപ്പോഴേ ഞങ്ങള് 50,000 രൂപ അവന് കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങളെ കയ്യിൽ ഒരു 10 പൈസ ഇല്ല, നീ ആ പൈസ കൊണ്ടുത്താന്ന് പറഞ്ഞു. ഞാൻ പൈസ കൊണ്ടു വന്ന് മാമി എന്നും പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ടാണ് എന്നെ അടിച്ച് എന്നെ ചെളിയിലിട്ട് വലിച്ചഴച്ച്. ആ കേസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഈ വ്യക്തി അഷ്കർ
ഉമ്മ അടിച്ചു. എന്നെ അടിച്ച് രാത്രി 7:30 മണിക്ക് ഞാൻ എന്റെ മോളെ ബ്ലഡും കൊണ്ട് ബ്ലഡ് ബാങ്കിൽ പോവായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. ആ സമയത്താണ് എന്നെ അടിച്ച് ചവിട്ടി തേച്ച് പോലീസ് കണ്ട കാര്യമാണ് മെഡിക്കൽ കോളേജിനകത്തിരിക്കുന്നത്. എന്നിട്ടാണ് ആ പോലീസുകാരൻ പറഞ്ഞത് ഉമ്മ പോയി തുണിയെല്ലാം കഴുകിയിട്ട് പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് മോൾ ഈ അവസ്ഥയായതുകൊണ്ട് നമുക്ക് ഒന്നിനും പറ്റുന്നില്ല. അത് ഏത് സമയത്താ, ഏത് വർഷം? ഈ 24 തന്നെ 2024 എന്റെ മോൻ മരിച്ചിട്ട് തുച്ഛമായ ദിവസമായിട്ടുള്ളായിരുന്നു. ആ ഒരു അവസ്ഥയും എന്റെ മോളവസ്ഥ ഞങ്ങൾ തകർന്നു പോയ നിമിഷമായിരുന്നില്ല. ഇന്നും ഞങ്ങളെ കണ്ണുനീര് തോരുന്നില്ല. എന്റെ മോളെ ഈ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഇവളൊന്നും നടന്നു കണ്ടാൽ മാത്രം മതി, ശരിക്കും സംസാരിക്കൂല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്റെ മോള് സംസാരിക്കൂല, നടക്കൂല. 13 മാസം വരെ ഹോമോസ്റ്റേജ് ആയിരുന്നു. എന്ത് പറ്റിയെന്നാ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് പിന്നെ സെറിബെല്ലത്തില് തലച്ചോറിനകത്ത് ഇത് രക്തം കട്ടിയായിട്ട് ഇത് ട്യൂമറായിട്ട് മാറിയതാണെന്ന് പറഞ്ഞ്. ഞാൻ എവിടെയെങ്കിലും വീഴ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളോട് ചോദിച്ച്. അപ്പോൾ ഈ മോള് ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഡാൻസുകാരിയാണ് ഇവരെ ഉറ്റ സുഹൃത്ത്. ഡാൻസുകാരി ഇവന്റെ ഉമ്മ സഹോദരി. അന്ന് ആ പോലീസുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടി എടുക്കാത്ത വളരെ വളരെ തെറ്റായിപ്പോയി. ഇവൻ അന്ന് പിടിച്ച് ജയിലിൽ അടച്ചിരുന്ന ആ കുട്ടി ജീവിച്ചിരുന്നേനെ. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്ത് ചെയ്യാൻ മടിയാണെങ്കിൽ നാട്ടുകാർക്കൊന്നും അവിടെ ഒന്നുകൂടെ കൊണ്ട് തെളിവെടുപ്പിന് വിട്ടിട്ട് നിങ്ങളൊന്ന് കൈയടിച്ച് മാറി അമർ അക്ബർ അന്തോണിക്കകത്ത് സ്ഥിതിക്കൊക്കെ ചെയ്യണം. പോലെ അങ്ങ് മാറി നിൽക്കുക, ഒന്നും കണ്ടില്ലെന്ന് അടിക്കില്ല. ആ കൂട്ടം കയറി തല്ലി കൊല്ലട്ടെ. ഇതുപോലുള്ളവന് വളർന്നു വരുന്ന ഈ ഇവിടുത്തെ ലോയാണ്, നിയമമാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തുന്നത്. എന്ത് ചെയ്താലും ജാമ്യം എടുക്കാൻ വേറെ ആൾ, തീറ്റി പോറ്റാൻ ഈ രീതിയിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എത്രയും പേർക്കും ശിക്ഷ, ഏറ്റവും കൂടുതൽ മരണത്തിന് മേലുകൊണ്ട് അങ്ങനത്തെ ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ പൂതനെയും ഹംസനെയും ആ ഭാര്യയെ അമ്മ എന്ന് പറഞ്ഞ പോലെ എന്നെ കാണിച്ചേ. ഇത്രയൊക്കെ മുമ്പ് കേസോട്ടാണെങ്കിൽ എന്തിനു പിന്നെ പുറകെ പോയി? ഈ കാമമൊക്കെ അധികം തലയ്ക്ക് പിടിച്ചാലുണ്ട്. അത് തന്നെയല്ലേ കൂടിയ ലഹരിയാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞപ്പോഴാണ്. ഈ കാമമൊക്കെ കൂടിയ സാധനമാണ്, MDMA കൂടുതൽ സാധനം. അതിന് കുടുംബബന്ധങ്ങളൊന്നും നോക്കില്ല, അതിനുവേണ്ടി എന്തും ചെയ്യും. ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ എറിഞ്ഞു പോകുന്ന സംഭവം കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. അച്ഛന് എറിഞ്ഞു വന്നത് മിനിയാന്ത സംഭവമാണ്. ഒരു അമ്മ അങ്ങോട്ട് പോയിട്ട് എന്തോ ഒരു നവജാശിശുവിനെ ജനലിൽ കൂടെ എറിഞ്ഞത്, ഓരോ ഫ്ലാറ്റിൽ കൂടെ എറിഞ്ഞത്. എങ്ങോട്ട് പോകണം ഈ കുട്ടികൾക്കെതിരല്ല? ഇതിനൊക്കെ എന്താണ് ഇനി ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ? സത്യം പറഞ്ഞാൽ ഇതിനൊന്നേ പരിഹാരമുള്ളൂ. ഒന്നുകിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ തൂക്കുകയർ കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി ക്രൂരപീഡനങ്ങൾ ചെയ്യുക. ഇതൊക്കെ അതിന് സൊല്യൂഷനുള്ളൂ. കാരണം അതിനൊരു കുറ്റം ചെയ്യണതിന് മുമ്പ് നമുക്ക് അതിനോട് അനുഭവിച്ച ശിക്ഷേനെക്കുറിച്ച് ബോധ്യമുണ്ടാകും. അങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ. അല്ലാതെ കൊണ്ട് തീറ്റി പൂറ്റി കുറച്ച് ജാമ്യം എടുക്കാനും കുറച്ച് ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ല.